Hello, welcome back to Beyond Borders. നമ്മളിപ്പോൾ വന്നിട്ട് മൗണ്ട് ഹൂഡിലാണ്. സോ അഗൈൻ പാർട്ട് ഓഫ് ദി ഒറിഗൻ വ്ളോഗ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ വി ആർ ഹാവിംഗ് ഫുഡ് ആൻഡ് ദെൻ വി ആർ ഗോണ ഗോ ഔട്ട് ടു a couple of places. ദീപക് വന്നിട്ട് என்ன சாப்பிடுற ദീപക്? Classic cheeseburger. Dan? Chicken burger. With bacon. With bacon. With bacon. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്രധാന പ്ലാൻ എന്ന് പറയുന്നത് മൗണ്ട് ഹുഡ് കാണുക എന്നുള്ളതാണ്. അത് കാണാനായിട്ട് നമ്മൾ കുറച്ച് ടോപ്പിലേക്ക് പോകണം. അങ്ങനെ പോയപ്പോൾ കണ്ട അവസ്ഥ ഇതായിരുന്നു. കംപ്ലീറ്റ്ലി ക്ലൗഡ് കൊണ്ട് മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നിരാശ വന്നെങ്കിലും വി ഡിസൈഡഡ് ടു ഗോ ടു അനദർ പ്ലേസ് കോൾഡ് ട്രില്ലിയം ലേക്ക്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് മൗണ്ട് ഹുഡിന്റെ ഒരു വ്യൂ തന്നെ കാണാൻ പറ്റും. ഒബ്വിയസ്ലി വി വർ ഡിസപ്പോയിന്റഡ് ബിക്കോസ് നമ്മൾ കാണാൻ വിചാരിച്ച ആ ഒരു സ്പോട്ടിലെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പിക്ചേഴ്സിൽ കണ്ടതൊക്കെ വേറെ പോലെയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദ വെതർ. അതുകൊണ്ട് കുറച്ച് നിരാശയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓക്കെ, ലെറ്റ്സ് ഹോപ്പ്. നമ്മളിപ്പോൾ വന്നിട്ട് ട്രില്ലിയം ലേക്കിലാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് മൗണ്ട് ഹൂഡ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ, സ്നോ ക്ലാഡ് മൗണ്ടൻ്റെ പീക്ക് കാണാം. നമ്മളെ ക്ലിപ്സിൽ ഇടുന്നുണ്ട്. റോഡിൽ വന്നപ്പോൾ ചെറുതായിട്ട് കണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വെദർ ഇസ് സോ ബാഡ്. ഇതാണ് ട്രില്ലിയം ലേക്ക്. അവിടെയാണ് മൗണ്ട് ഹൂഡ് ഇരിക്കേണ്ടത്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഫുള്ളി ക്ലൗഡി, സോ പറ്റുന്നില്ല. അത് കാക്കയാണോ അവിടെ തെണ്ടി നടക്കുന്നത്? കാക്കയായിരിക്കാം. സാർ നമ്മൾ കാക്കയാണോ തപ്പിയിരിക്കുകയാണ്. സനക്ക് കാക്കേനെ കാണുന്നതും എക്സൈറ്റ്മെന്റ് ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ കാക്കനെ ഇതുവരെ കണ്ടിട്ടില്ല. അതായിരിക്കുന്നു വലിയ കാക്ക. ഇതാണ് സനമോള് പറഞ്ഞ കാക്ക. ഇവിടെ കുറച്ച് വലിപ്പമാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ കിടക്കുന്ന കേൾക്കാനല്ല. സോ നമ്മൾ അവിടെയാണ് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഏരിയ. ഇതാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ടോണ്. പിന്നെ നമ്മൾ റെയിനിൽ യൂസ് ചെയ്യുന്ന ജാക്കറ്റും പിന്നെ തണുപ്പിനുള്ള ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുള്ള, കാരണം നല്ല തണുപ്പാണ് ഇവിടെ. മഴ ഇങ്ങനെ വന്നും പോയും കളിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു കോട്ട് എടുക്കുന്നത് നല്ലതാണ് അല്ലേ, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ പോകുമ്പോൾ. ജസ്റ്റ് വെതർ ഫോർകാസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെയൊക്കെ അത് കുറച്ച് ആക്യുറേറ്റ് ആണ്. പക്ഷേ ഇപ്രാവശ്യം ഓറിഗൻ വന്നപ്പോൾ കുറച്ച് പാളിപ്പോയി, കാരണം ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആൻഡ് എറാറ്റിക് വെതറാണ്. ഡാൻ, വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദിസ്? Disappointment. Not lucky enough. സന, ഇത്രയും നല്ല അടിപൊളി സ്ഥലത്ത് വന്നിട്ട് അവിടെ പോയി കാണാൻ പറ്റാത്ത വിഷമമുണ്ട്. ഇവിടെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട്, ഒരു മൂഡി ടോണും ഇഷ്ടമാണ് എനിക്ക്, അതുകൊണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ട്. ബട്ട് ഇതിലും അടിപൊളിയാണെന്നാണ് പറയുന്ന ആൾക്കാർ. ഇവിടെ അവിടെ ഒരു ആള് ഫിഷിങ് ചെയ്യുന്നുണ്ട്, ആള് പറഞ്ഞു. ദീപക്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? Let's hope. Hope is the best thing we can do right now. Deepak is a hopper. Hopper. ഇനി എഗെയിൻ ഇപ്പൊ ഒന്നും കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. സോ ഞങ്ങൾ എഗെയിൻ മേലെ പോയി ഒന്നുകൂടെ ഒന്ന് കാണുമോ നോക്കട്ടെ. കാരണം വെച്ചാൽ ഇത്രയും ഭംഗിയുള്ള വ്യൂ ആണത്. സോ ഇതുവരെ വന്നിട്ട് നമ്മൾ കാണാതെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ. അപ്പം അങ്ങനെ തിരിച്ചു പോവാൻ, അങ്ങോട്ട് തന്നെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഹോപ്പ്ഫുള്ളി കാണാൻ പറ്റുവാണെങ്കിൽ ഞാനിതിൽ കാണിക്കാം. നേരത്തെ എടുത്തിട്ടുണ്ട്, പീക്കിന്റെ അടുത്ത് വന്നിട്ടുള്ള വീഡിയോ ഫുൾ ഫോഗിയാണ്. സോ ട്രില്ലിയം ലേക്ക് ടു മൗണ്ട് ഹുഡിലേക്ക് അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ് ആണ് വരുന്നത്. സോ ഞങ്ങൾ ഇതുവരെ വന്നല്ലേ, ഒന്നുകൂടെ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. വിച്ച് വാസ് എ ബാഡ് ഐഡിയ. അഗെയിൻ ഇങ്ങനെ ക്ലൗഡഡ് ആയിട്ട് കണ്ട് ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു പോവായിരുന്നു. ഇവിടെ വരെ വന്നിട്ട് മൗണ്ടൻ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ റോഡ് ട്രിപ്പ് ഇറ്റ് സെൽഫ് വാസ് സൂപ്പർ ഫൺ. ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഈ മൂവിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അത് നേരിട്ട് കാണാൻ പറ്റിയതിൽ എനിക്ക് ഞാൻ എപ്പോഴും എക്സൈറ്റഡ് ആവും, പ്രത്യേകിച്ച് റോഡ് ട്രിപ്പിൽ കേട്ടോ. ഈ ഇവിടുത്തെ ഭയങ്കര സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയമാകുമ്പോൾ തന്നെ നന്നായിട്ട് ലൈറ്റൊക്കെ പോയി, ഓൾമോസ്റ്റ് നൈറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോയിട്ട് നല്ലൊരു ഫുഡും കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ഡേ എൻഡായി.
ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്ന് നല്ല സീനിക് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇന്ന് പോകുന്നത് ടാമോലിഡ്ജ് ബ്ലൂ പൂൾ കാണാനാണ്. ഒറിജിനലി ബ്ലൂ കളറാണ് ആ ഒരു വാട്ടറിനുള്ളതെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. സോ ഞാൻ പ്രിറ്റി മച്ച് എക്സൈറ്റഡ് ആണ് അത് കാണാനായിട്ട്. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ 1.5 hours ഒക്കെ എടുക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്, ആ ഒരു സ്പോട്ടിൽ റീച്ച് ആവണമെങ്കിൽ തന്നെ. സോ ഒരു ട്രെയിൽ ഉണ്ട്, അത് കൂടെ ഒക്കെ നടന്നിട്ട് വേണം പോകാൻ. നല്ല ഭംഗിയുള്ള സ്പോട്ടാണെന്നാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുണ്ട് നേരെ സ്റ്റാർബക്സിലേക്കാണ് പോയത്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു ഹൈക്കിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ട് ഓറിഗണില് ബ്ലൂ പൂൾ എന്ന് പറഞ്ഞിട്ട് വാട്ടർ ഹോൾ ഉണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് എ 2.5 mile ഹൈക്ക് വൺ വേ. സോ ടോട്ടലി 5. സോ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളു. ഞങ്ങളൊരു 6 പേരുണ്ട്. സോ അങ്ങനെ പോവുകയാണ്. എത്ര സമയം നടക്കണം ഇതിൽ കൂടെ? ഓൾമോസ്റ്റ് എനിക്കൊന്ന് അപ്പ് ആൻഡ് ഡൗൺ 2 hours ആവും. സോ 1 hour ആയിരിക്കും. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അതാണ് പ്ലാൻ. வந்து முனகும் பாடகளே தூரச்சிகரங்களில் கண்ணீர் துவைக்கும் அருவிகளே இயற்கை தாயின் மடியை பிரிந்து எப்படி வாழ இதயம் தொலைந்து சலித்து போனேன் மனிதனாயிருந்து பறக்க வேண்டும் பறவையாய் திரிந்து திரிந்து பறந்து பறந்து நீங்கில் കാടുകളെ. നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ എൻഡിലെത്തി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് തോന്നുന്നു. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. പോയി നോക്കാം എന്താ സംഭവം എന്ന്. Oh, wow, Dan. നമ്മൾ ഏകദേശം അടുത്തെത്താറായി. പോകുന്ന വഴിക്ക് കണ്ടാണ് ടീംസ് എല്ലാവരും ടയർഡായി. ഇവിടെ ഇനിയും ഒരുപാട് പോകാനുണ്ട് കേട്ടോ. I think this might be volcanic rock. I might be wrong. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നോക്കി വെക്കണം. But scenic wise it's amazing. I'm glad to share this with you guys. നോക്കിയാണ് നമ്മളവിടെ ചെറിയൊരു ക്രാക്കിൽ കൂടെ കണ്ട് ചെറിയതായിട്ട് അവിടെ നോക്കിയപ്പോൾ ഒരു ബ്ലൂ സ്റ്റോൺ ഉണ്ട്. ജസ്റ്റ് 0.1 mile and then we are there. അവിടെ കുറച്ച് ക്രൗഡഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. We'll try our best to get a good spot. ഇത് വന്നിട്ട് ബിലീവ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. ഇറ്റ്സ് സോ ബ്ലൂ അല്ലേ സനെ. We finally reached here. So full of minerals and ഒരാളിപ്പോ ആ മേലെന്ന് ആ ഏരിയയിൽ ക്ലിഫ് ജമ്പ് ചെയ്ത് ആ വെള്ളത്തിൽ ചാടി. ഭയങ്കര കോൾഡ് ആണ് കേട്ടോ വെള്ളം. അതാണ് ഒരു പ്രശ്നം. അവിടെ കുറേ പേര് ജമ്പ് ചെയ്ത് വ്യൂ ഒക്കെ കണ്ട് ഇവിടെ താഴെ ഇറങ്ങാൻ ഏതോ സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ട് അതിനെ തപ്പി ഇറങ്ങിയൊക്കെയാണ് ഞാൻ. ലെറ്റ്സ് സീ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ കേട്ടാ. സോ പീസ് ആൻഡ് ക്വയറ്റ് ഹിയർ ദോ. ഞാൻ നടന്ന് കുറച്ച് ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡ് എത്തി കേട്ടാ. അവിടെ സന, ദീപക്, സാം അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, വന്നിട്ട് have reached the other side. Now there's a steep climb down. Okay, as you guys can see there, go all the way down there. So I'm gonna close the video for now just for my safety, but when I reach there I'll take a good view for you guys. I actually reached here. It's amazing. See, these are all volcanic rock formation. ഇവിടെ വന്നിട്ട്
അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ അവിടെ നിന്നാണ് വരുന്നത് വാട്ടർ. സി ഹൗ ബ്ലൂ ഇറ്റ് ഈസ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ. ദിസ് ഈസ് സോ അമേസിങ്. ഇതാണ് ലേക്ക്, ദ ബ്ലൂ ഹോൾ. ഞാൻ വന്ന 1.5 മണിക്കൂറായി. സന ലേറ്റായി വന്നിട്ട് ഇപ്പോൾ അവിടെ കണ്ടില്ലേ പട്ടിക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന ഈസ് ഓൾമോസ്റ്റ് ഹിയർ. നടന്നെത്തിയിട്ടുണ്ട് ആള്. അങ്ങനെ നമ്മളൊരു വണ്ടർഫുൾ എല്ലാവരും പോയിക്കോട്ടെ. പക്ഷെ ഭയങ്കര ഫ്രീസിംഗ് ആണ് കേട്ടോ. ഇറ്റ്സ് റിയലി അമേസിങ്. 2-3 പേരൊക്കെ ചാടി. അവര് പറയുന്നത് ഇങ്ങനെ പിന്ന് കുത്തൂലേ അത്രയും ഇതാണ്, പോലെന്നാണ്. പക്ഷെ നല്ല ഫീൽ ആണെന്നാണ് പറഞ്ഞത്. A big climb back. സന കയറി തുടങ്ങി. I'm going to let's see car. അങ്ങനെ മരത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് ഹൈക്ക്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കി ഹൈക്ക് പോവുകയാണ്. നിങ്ങൾക്ക് വന്ന വഴി കണ്ടിട്ടുണ്ട്, സെയിം വഴി തന്നെ പോണത്. നമുക്കപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത ലൊക്കേഷനിൽ പോകണമെങ്കിൽ കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ. അവിടെ Okay. അവർ ഈ So there are a lot of caves like this here? I don't know. The only one I ever found. He found it, not me. Cool. Thank you. Thank you. Hello, guys. അവർ ഈ കേവിന്റെ അകത്ത് കയറിയിട്ട് അത്രയും ഫീറ്റ് വരെ നടന്ന് അതിന്റെ അകത്തൂടെ പോയി എന്നാണ് പറയണത്. White t-shirt എല്ലാം പോയിരുന്നു guys. ഗുണ കേവ് പോലെ ഉണ്ട് പക്ഷെ ശരിക്കില്ലേ. நம்ம அங்க பேசிட்டு வந்தோம் தெரியுமா கேவ் இருக்குன்னு. അങ്ങനെ നമ്മൾ ഏകദേശം 5 to 6 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ദ ടാലമിറ്റ് ട്രെയിൽ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പറ്റുന്നു, പക്ഷെ അധികം ചൂട് അങ്ങനൊന്നും ഇല്ലല്ലോ, നല്ല വെതർ ആയതുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എത്ര സമയം എടുത്ത് ടോട്ടൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ? മേ ബി അപ്പ് ആൻഡ് ഡൗൺ 1.5 hours. എത്ര കിലോമീറ്റർ വരും അത്? 6 kilometers. So yeah, completed Deepak. കംപ്ലീറ്റഡ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. അടുത്തത് 3 sisters. അവിടെ പോകണം. So yeah, bye bye. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് 3 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വോൾക്കാനിക് പീക്സ് ഉണ്ട്. ഞങ്ങൾ പോയ ആ റോഡിലൂടെ അതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പോട്ടിൽ ഇറങ്ങി നല്ല പിക്ചേഴ്സൊക്കെ എടുത്തു. അതൊരു സൺസെറ്റ് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂ വ്ളോഗായിട്ടോ എന്തെങ്കിലും ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Take care.